ഞാൻ അക്ബർ അഹമ്മദ്, കൂട്ടുകാർ അക്കി എന്ന് വിളിക്കുന്നു. സിനിമാ സംവിധായകൻ എന്നെൻ്റെ പേരിനൊപ്പം ചേർക്കാം. കാരണം ഞാനൊരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ കാറിൻ്റെ പുറകിലിരിക്കുന്നത് മലയാള സിനിമയിൽ കഴിഞ്ഞ 26 വർഷമായി നിറഞ്ഞു നിൽക്കുന്ന സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തിന് എന്തുകൊണ്ടും യോഗ്യനായ ശ്രീ അജയചന്ദ്രനാണ്. ഈ യാത്ര എന്റെയും അദ്ദേഹത്തിന്റെയും ജീവിതത്തിലെ ആകസ്മികതകളുടെ അനന്തരഫലമാണ്. മഴ തോർന്ന പാതയിൽ നനവാർന്ന മൂടലിൽ അതിദൂരയായി കൂട് അതിലേറാൻ പോരാമോ കുടിച്ചല്ലേ? ഒരു ധൈര്യത്തിന്. ചീത്തക്കുട്ടി. ഇതേ ഉള്ളൂ എനിക്ക് തരാൻ. This is the most precious gift of the night. മകരമഞ്ഞു പെയ്തു തരളമാം കറുക നാം തുണർന്നു. പ്രണയമാം പിറാവേ എവിടെ നീ കനവ് പോൽ മറഞ്ഞു. അത്തിക്കൊമ്പിലൊരു മൺകൂടു തരാം, അത്തം കാണാവാനും നിനക്കു തരാം. കാതിൽ തേനോലും മൊഴികൾ തെറ്റിപ്പോകുന്നു മാളുവിന്റെ മുഖത്ത് നോക്കുമ്പോൾ. നോൺസെൻസ്. ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരാള് ഡു ഇറ്റ് മാൻ. എന്നോട് വെറുപ്പാണോ അതോ ആ മനസ്സിൽ എന്താണെന്ന് അറിയാനുള്ളൊരു? എന്നെ മനസ്സിലായിട്ടില്ല അജയന്. ഐ സ്റ്റിൽ ലൈക്ക് യു. ഐ ഓൾവേസ് ലൈക്ക് യു. നിങ്ങളിലെ നടന്റെ ഫാനായിരുന്ന ആ പഴയ കുട്ടി തന്നെയാണ് ഞാൻ. മഞ്ഞുനീരിൽ ചിന്തിക്കനൽ തൊട്ട നേരം ശ്വാസോന്മതം ഉൾത്തടത്തിൻ അടരിലെ ചകിതമാം തപിതലോഹം. നമ്മൾ അച്ഛനും അമ്മയാവാൻ പോന്നു. അതെങ്ങനെയെന്നോ? എടാ വൃത്തികെട്ടവനെ, അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരണോ അല്ലേ? എടാ നീ ഒരു മഹാപാപിയാടാ. ഹോ എന്റെ അമ്മേ, ഈ സിറ്റുവേഷൻ സിനിമയിലായിരുന്നെങ്കിൽ ഭാര്യയെ എടുത്തു പൊക്കുന്നു, ഉമ്മ വെക്കുന്നു, തുള്ളി കളിക്കുന്നു, പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ ഭാര്യ വയറ്റിൽ തൊടുന്നു. ഹോ എന്തൊക്കെ ബഹളങ്ങളായിരിക്കും. അറ്റ്ലീസ്റ്റ് നിനക്കൊന്ന് ചിരിച്ചൂടെ? ആ വൃത്തികെട്ട ചക്കമോന്തിയും കാണിച്ചിരിക്കുന്നു. സന്ധ്യ സന്ധ്യ ദിനമായുന്ന നേരം നെഞ്ചിൽ ചായോ നീ നദിയിൽ നീന്താം. മീനായി നീ മതിയേകാന്ത വാസം ഏതോ രാവിൽ വാതിൽ ചാരി ദൂരെ നിൽക്കൂ ഒരു കാവൽ മാടമോ. ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. എന്റെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞെന്ന് പറ. അതിന്റെ വരവ് നമ്മൾ ഇത്തിരി നീട്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ അതിനെ കൊല്ലാൻ പോവാ.
കിട്ടിയത്. ജനലഴികളിൽ പുലരി തൻ പൊൻവിരൽ പതിയെ വന്നു തൊടാതിരിക്കണം. ഒരു നിശബ്ദമാ സമ്മതമെന്ന പോൽ പുഴയിലോളം പൊടിക്കാതിരിക്കണം. പുതുമഴ പെയ്ത്തിലാർദ്രമായി മണ്ണിൻ്റെ നറുമണം വീണ്ടും ഉണരാതിരിക്കണം. யாரையா நீ? யோ, என்னையா பார்க்குற? கதவு சாத்திட்டு போயா. சுடுகாட்டு கூட நிம்மதியா போட மாட்டியா? வளர்மதி, പുഴയിൽ പണ്ടേ പണ്ടേ മണ്ണിൽ പുതഞ്ഞ കിനാക്കൾ ദൂരം തോറും മര നിഴലായി നീളാം. ചെല്ലക്കാറ്റ് എനിത്തുകാമി പൂക്കൾ വാടാമല്ലി കാടിൻ ചാരേ ആരോ നീട്ടി ഒരു ദീപനാളമോ പിന്നെ അവൻ്റെ കൂട്ടുകാരും അവരെന്നെ ഇവിടെ നിന്നും കൊണ്ടുപോവുകയാണെന്ന്. അവരുടെ സ്നേഹവും വളർമതിയുടെ നിസ്സഹായതയും എന്നെ യാത്രയ്ക്ക് തയ്യാറാക്കി. ഒരു സ്ട്രേഞ്ച് ഡെത്ത് വിഷ്, അവസാനത്തെ ആഗ്രഹം. എനിക്കത് പറയാൻ മറ്റാരുമില്ല. അക്കി, അജയൻ, ഞാൻ കേട്ടു അജയൻ ഇവിടെ അടുത്തുണ്ടെന്ന്. എനിക്ക് അജയനെ ഒന്ന് കാണണം. അക്കി ഒന്ന് പറയൂ ഇവിടേക്ക് വരാൻ. ഞാൻ പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഓരോ കാരണങ്ങളുണ്ടാക്കി ഞാൻ എൻ്റെ ശരീരത്തിനോട് പറയാൻ തുടങ്ങി. കുറച്ചുകൂടെ സമയം തരുമെന്ന്. നീയില്ല എന്ന സത്യത്തിനെ അറിയുവാനായതില്ലെനിക്കിപ്പോഴും. അതിനു മണ്ണിൽ ചിരിക്കാതിരിക്കണം ഇനിയൊരിക്കലും പിച്ചകപ്പൂവുകൾ. പോട്ടെ എന്ന് യാത്ര പറയാൻ പാടില്ലെന്ന്. പോയിട്ട് വരാം എന്നാണത്ര പറയേണ്ടത്. തിരിച്ചു വരില്ല എന്നുറപ്പുള്ള ഞാൻ അങ്ങനെ പറഞ്ഞാൽ നുണയാവില്ലേ? പോയിട്ട് വരൂ എന്ന് തന്നെയാണ് ഞങ്ങൾ ആശംസിക്കുന്നത്, എന്ന് ആഗ്രഹിക്കുന്നു, എന്ന് വിശ്വസിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ എന്നെ എന്ത് ചെയ്യും?
എന്നെ ദഹിപ്പിക്കണ്ട അജയൻ. തീ എനിക്ക് പേടിയാണ്. ഒരു ഭംഗിയുള്ള കോഫിനിൽ അടച്ച് ഒരുപാട് പൂക്കൾ കൊണ്ട് മൂടി ശ്വാസം മുട്ടുന്ന ഫീൽ. ഒരു പെട്ടിക്കകത്ത് ഒരാൾ കിടക്കുക, അതിൻ്റെ മൂടി അടയ്ക്കുക. വേണ്ട, പറയൂ അജയൻ, എന്ത് ചെയ്യുവനെ? എനിക്ക് പക്ഷേ ഉറക്കത്തിൽ ഉണരാതെ മരിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ആയിരിക്കൂ? നീ ആദ്യമായി എന്നെ ഉമ്മ വെച്ച് നമ്മുടെ വിവാഹം കഴിഞ്ഞ രാത്രി നമ്മൾ കിടന്നിറങ്ങിയ ഈ പാർക്ക് ബെഞ്ചിൽ ഇവിടെ ഉറങ്ങി. ഉണരാതെ ഉണരാതെ. ആര് വിളിച്ചാലും ഉണരാതെ. അജയൻ വിളിച്ചാലും. അജയൻ വിളിച്ചിട്ട് ഉണർന്നില്ലെങ്കിൽ അത് സത്യമാണ്, ഞാൻ മരിച്ചു. മാളവിക പിന്നെയില്ല. ഭൂമിയിലെല്ലാം അതേപോലെ ബാക്കിയുണ്ടാവും. എങ്ങും എവിടെ മാളവിക മാത്രമില്ല. അജയൻ, അജയൻ, എനിക്ക് മരിക്കാൻ ഭയമാണ്. എനിക്ക് മരിക്കണ്ട അജയൻ. കുറെ കാലം കൂടി എനിക്ക് അജയനെ കണ്ടുകൊണ്ട് ജീവിക്കണം. അജയൻ, എനിക്ക് ജീവിക്കണം. ഞാൻ ആലോചിക്കുന്നത് തിരക്കഥകളെക്കുറിച്ചാണ്. എഴുതി പൂർത്തിയായ ഒരു സിനിമയുടെ തിരക്കഥയിൽ എപ്പോ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയാം. അത് ജനനമാകാം, മരണമാകാം, വിജയമാകാം, തോൽവിയാകാം. പക്ഷെ ജീവിതത്തിൻ്റെ തിരക്കഥയിൽ സ്വന്തം വേഷം എന്താണെന്ന് പോലും അറിയാതെ അഭിനയിക്കുന്ന, ഒരു പ്രോപ്പർ ഡയറക്ടർ പോലും ഇല്ലാതെ മിഴിച്ചു നിൽക്കുന്ന പാവം നടന്മാരും നടികളും.